ഹായ് ഓൾ, എല്ലാവർക്കും തിയറി ക്ലാസ്സിൻ്റെ ഒരു പുതിയ മൊഡ്യൂളിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിപ്പർ ക്ലാമ്പർ എന്ന ടോപ്പിക്കായിരുന്നു അല്ലെങ്കിൽ മൊഡ്യൂളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇലക്ട്രോണിക്സിൽ വരുന്ന പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ പരിചയപ്പെടുന്ന ഒരു മൊഡ്യൂളാണിത്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ FET എന്ന് പറയുന്ന ഒരു പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്: ഐഡൻറ്റിഫൈ വേരിയസ് പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്, വ്യത്യസ്തങ്ങളായ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് FET ആൻഡ് JFET, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അതുപോലെ തന്നെ JFET, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, ഇത് രണ്ടിൻ്റെയും കൺസ്ട്രക്ഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ FET ആൻഡ് BJT, ഡിഫറൻസ് ബിറ്റ്വീൻ JFET ആൻഡ് BJT, ഹീറ്റ് സിങ്ക് ആൻഡ് ഇറ്റ്സ് പർപ്പസ്, FET ആംപ്ലിഫയർ ഇൻ മെഷറിംഗ് ഡിവൈസ് ആപ്ലിക്കേഷൻ. ഇത്രയും ഒബ്ജക്റ്റീവാണ് ഇന്നത്തെ ടോപ്പിക്കിലുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറൻറ്റ് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. വ്യത്യസ്തങ്ങളായ പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ തൈറിസ്റ്റർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. തൈറിസ്റ്റർ ഈസ് ആൻ ഇംപ്രൂവ്ഡ് ഡയോഡ്. തൈറിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡയോഡിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ഡയോഡ് എന്ന് പറയാം. ബിസൈഡ്സ് ആനോഡ് ആൻഡ് കാഥോഡ്, ഇറ്റ് ഹാസ് അനദർ ലീഡ് വിച്ച് ഈസ് കോമൺലി ഡിസ്ക്രൈബ്ഡ് ആസ് ഗേറ്റ് ആസ് ഫൗണ്ട് ഓൺ പിക്ചർ. നമ്മൾ FET എന്ന് പറയുന്നത് ഒരു തൈറിസ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതായത് ഒരു 3 ലീഡുകൾ ഉണ്ടായിരിക്കും. ഡയോഡിന് 2 ലീഡുള്ളൂ. ഏതൊക്കെയാണ്? ആനോഡ്, കാഥോഡ്. എന്നാൽ തൈറിസ്റ്ററിന് 3, ആനോഡിനും കാഥോഡിനും പുറമെ അല്ലെങ്കിൽ അവ കൂടാതെ ഗേറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ലീഡ് കൂടെ ഇതിനുണ്ട്. തൈറിസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ വരുന്ന FETക്ക് ഉണ്ട്. ദ സെയിം വേ എ ഡയോഡ് ഡസ് എ തൈറിസ്റ്റർ കണ്ടക്ട് കറൻറ്റ് when the anode is positive compared to the cathode, but only if the voltage on the gate is positive and sufficient current is flowing into the gate to turn on the device. ഡയോഡിൻ്റെ പോലെ തന്നെ തൈറിസ്റ്ററും കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആനോഡ്, അതായത് ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് നെഗറ്റീവാണ്. പക്ഷേ വോൾട്ടേജ്, ഗേറ്റിലൂടെയുള്ള വോൾട്ടേജ്, ഗേറ്റിൽ പോസിറ്റീവ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് കറൻറ്റ് ഫ്ലോ ചെയ്താൽ മാത്രമാണ് തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുകയുള്ളൂ. When a thyristor start conducting, current into the gate is of on importance and thyristor can only be switched off by removing the current between anode and cathode. തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഗേറ്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ സ്വിച്ച് ഓഫ് ആകണമെങ്കിൽ, തൈറിസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആനോഡിനും കാഥോഡിനും ഇടയിലുള്ള കറണ്ട് റിമൂവ് ചെയ്താൽ മാത്രമാണ് തൈറിസ്റ്റർ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുള്ളൂ. FET തൈറിസ്റ്റർ കാറ്റഗറിയിൽ വരുന്നത്, അതായത് 3 ലീഡുകളുള്ളതാണ് FET എന്ന് പറയുന്നത്. അപ്പോൾ 3 ലീഡുകളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ആനോഡ്, കാഥോഡ്, ഗേറ്റ്. അതല്ലെങ്കിൽ ഡ്രെയിന്, സോഴ്സ്, ഗേറ്റ് എന്നും പറയും. അപ്പം ഡ്രെയിൻ എന്ന് പറയുന്നത് ആനോഡാണ്, സോഴ്സ് എന്ന് പറയുന്നത് കാഥോഡാണ്, ഗേറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ലീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഡയോഡ് കാറ്റഗറി വരുന്നത് കൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്? ഡയോഡിന് ഡിപ്ലീഷൻ ലെയർ ഉള്ളതുപോലെ തന്നെ ഇതിലും എന്തുണ്ട്? അതായത് NPN ചാനലാണ്, NPN അതുപോലെ തന്നെ PNP, ഇത് ഏതെങ്കിലും ചാനലായിരിക്കും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ടൈപ്പ് ആയിരിക്കും തൈറിസ്റ്ററും ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 2 ജംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടായിരിക്കും? ഡിപ്ലീഷൻ ലെയർ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എക്സ്ട്രാ സപ്ലൈ VGS എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ആണ്, അത് കണ്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എല്ലാം ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ID എന്ന് പറയുന്നത് ഡ്രെയിനിൽ കൂടെയുള്ള കറണ്ടാണ്. അത് നേരെ വീണ്ടും എക്സ്ട്രാ ബാറ്ററി, നമ്മൾ 2 ബാറ്ററി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ, ഡ്രെയിനിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിൽ നെഗറ്റീവും പോസിറ്റീവും ബാറ്ററി സോഴ്സുകൾ വേറെ എക്സ്ട്രാ നമ്മൾ 2 അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെയുള്ള വോൾട്ടേജിൻ്റെ ഡയറക്ഷനും എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ബാറ്ററി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഒരു തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത്. ഇഫ് S1 ഈസ് ക്ലോസ്ഡ്, നമ്മളിപ്പോൾ കണ്ട പിക്ചറിൽ S1 സ്വിച്ച് S1 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇനി ചില സർക്യൂട്ടുകളിൽ തൈറിസ്റ്റർ SCR ആയിട്ട് മാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം തൈറിസ്റ്റർ
എന്തിലും SCR എന്ന് പറയുന്നത് തൈറിസ്റ്റർ കാറ്റഗറിയിൽ വരുന്നതാണ് FET പോലെ തന്നെ. അതിന് ഫുൾ ഫോമാണ് SCR എന്ന് പറയുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ് SCRൻ്റെ അക്രോണിം അല്ലെങ്കിൽ ഫുൾ നെയിം. എ ട്രയാക്ക് ഈസ് വെരി സിമിലർ ടു തൈറിസ്റ്റർ. ഇനി മറ്റൊന്ന് പറയാൻ പോകുന്നത് ട്രയാക്കാണ്. അപ്പോൾ നമ്മൾ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ FET പറഞ്ഞു, അടുത്തത് SCR, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? SCR പറഞ്ഞു, പിന്നെ ട്രയാക്ക്, അടുത്തത് ട്രയാക്ക്. എ ട്രയാക്ക് ഈസ് വെരി സിമിലർ ടു തൈറിസ്റ്റർ. തൈറിസ്റ്റിൻ്റെ അതേ സ്വഭാവം കാണിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ട്രയാക്ക്. വിത്ത് എ ഡിഫറൻസ് ദാറ്റ് ക്യാൻ കണ്ടക്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ. അപ്പം ട്രയാക്കിനുള്ള ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലും എന്ത് ചെയ്യും? കണ്ടക്ഷൻ നടക്കും. അതായത് പോസിറ്റീവ് ഫോർവേഡ് ബയാസിങ്ങിലും റിവേഴ്സ് ബയാസിങ്ങിലും പോസിറ്റീവിലും നെഗറ്റീവിലും കണ്ടക്ഷൻ നടക്കുന്ന ഒരു കമ്പോണൻ്റാണ് ട്രയാക്ക്. ഇറ്റ് ഹാസ് 3 ഇലക്ട്രോഡ് കോൾഡ് ആനോഡ്, കാഥോഡ്, അതുപോലെ ആനോഡ് 1 A1, ആനോഡ് 2 A2 ആൻഡ് ഗേറ്റ്. അങ്ങനെയാണ് 3 ലീഡുകൾ ട്രയാക്കിനുള്ളത്. ട്രയാക്കിന് ആനോഡ് കാഥോഡല്ല, ആനോഡ് 1, ആനോഡ് 2 ആൻഡ് ഗേറ്റ്, ഇങ്ങനെ 3 ലീഡുകളാണ് ഉള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റെഗുലേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട്. ട്രയാക്ക് ഉപയോഗിക്കുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ടിൽ റെഗുലേഷന് വേണ്ടിയിട്ടാണ് ട്രയാക്ക് ഉപയോഗിക്കുന്നത്. ഡിവൈസസ് സച്ച് ആസ് ഹാൻഡ് ഡ്രിൽസ് ഓർ ഗ്ലോബ് ക്യാൻ ബി കൺട്രോൾഡ് വിത്ത് ട്രയാക്ക്. അതുപോലെ തന്നെ ഹാൻഡ് ഡ്രിൽസും അതുപോലെ തന്നെ ഗ്ലോബ് പോലെയുള്ള ഡിവൈസുകൾ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനും ട്രയാക്ക് ഉപയോഗിക്കുന്നു. തൈറിസ്റ്റർ ആൻഡ് ട്രയാക്ക് ആർ മാർക്കഡ് ആൽഫ ന്യൂമറിക്കൽ. തൈറിസ്റ്ററും ട്രയാക്കും എല്ലാം അതിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ ഐഡൻറ്റിഫിക്കേഷൻ ആൽഫ ന്യൂമറിക്കലായിരിക്കും. അതായത് ആൽഫബറ്റും നമ്പറും കൂടി ചേർന്ന് വരുന്ന രീതിയിലായിരിക്കും മാർക്ക് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ KT 430, ഈ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ മാർക്കിംഗ്. ലോ പവർ തൈറിസ്റ്റർ ആൻഡ് ട്രയാക്ക് ആർ പാക്ക്ഡ് ഇൻ സെയിം ഹൗസിംഗ് ആസ് ട്രാൻസിസ്റ്റേഴ്സ്. ട്രാൻസിസ്റ്ററിനെ പോലെ തന്നെ തൈറിസ്റ്ററും ട്രയാക്കും എല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് സെയിം ഹൗസിങ്ങിലായിരിക്കും. അതായത് കാണാൻ ഏകദേശം ഒരേ രീതിയിലായിരിക്കും അത് ഹൗസിങ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഹൈ പവർ ഡിവൈസസ് ഹാവ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഹൗസിങ്. പക്ഷേ പവർ കൂടിയ ഡിവൈസസ് ആണെങ്കിൽ ഹൗസിങ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നോട്ട് ഓഫ് സം കോമൺ തൈറിസ്റ്റർ ആൻഡ് ട്രയാക്സ് ആർ ഷോൺ ഇൻ A and B. ചില അതായത് 1-2 ടൈപ്പ് കോമൺ തൈറിസ്റ്റിൻ്റെയും ട്രയാക്കിൻ്റെയും പിക്ചറാണ് ഇപ്പോൾ നമ്മൾ ഫിഗർ Aയിൽ കണ്ടത്. എന്താണ്? ഒരു ടൈപ്പ് തൈറിസ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. രണ്ടാമത്തതാണ് ഇവിടെ കാണുന്നത്. ഡയാക്ക് ഓർ 2-way ഡയോഡ്സ് ആസ് ദേ ആർ ഓഫൺ റെഫേർഡ് ടു ആർ യൂസ്ഡ് ടുഗദർ വിത്ത് തൈറിസ്റ്റർ ആൻഡ് ട്രയാക്ക്. തൈറിസ്റ്ററിനെയും ട്രയാക്കിനെയും പോലെയുള്ള മറ്റൊരു കമ്പോണൻ്റാണ് ഡയാക്ക് അല്ലെങ്കിൽ 2-way ഡയോഡ് എന്ന് പറയും. ദെയർ മെയിൻ പ്രോപ്പർട്ടി ഈസ് ദാറ്റ് ദെയർ റെസിസ്റ്റൻസ് ഈസ് വെരി ലാർജ് അൻറ്റിൽ വോൾട്ടേജ് ഓൺ ദെയർ എൻഡ് എക്സീഡ് സം പ്രീ ഡിഫൈൻഡ് വാല്യൂ. അപ്പം ഡയാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കാറ്റഗറി വരുന്ന മറ്റൊരു എന്താണ് കമ്പോണൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ഹൈ റെസിസ്റ്റൻസ് ആ ഒരു കമ്പോണൻറ്റിന് അതിൻ്റെ എൻഡിൽ ഒരു പ്രീ ഡിഫൈൻഡ് വാല്യൂ, അതായത് നമ്മൾക്കൊരു കൺസേൺഡ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയാക്ക് അതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കൊണ്ട് അതിനെന്ത് ചെയ്യും? ഓവർകം ചെയ്യും. വെൻ ദ വോൾട്ടേജ് ഈസ് അണ്ടർ ദിസ് വാല്യൂ ദ ഡയാക്ക് റെസ്പോണ്ട് ആസ് എ ലാർജ് വാല്യൂ റെസിസ്റ്റർ. അപ്പോൾ വോൾട്ടേജ് ഈ ഒരു കമ്പോണൻറ്റിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിലേക്ക് വേണ്ട വോൾട്ടേജ് ആ ഒരു പ്രീ ഡിഫൈൻഡ് വാല്യൂവിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഡയാക്ക് എന്ത് ചെയ്യും? ഒരു ഹൈ വാല്യൂ റെസിസ്റ്ററായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ആൻഡ് വെൻ വോൾട്ടേജ് റൈസസ് ഇറ്റ് ആക്ട് ആസ് എ ലോ വാല്യൂ റെസിസ്റ്റർ. എന്നാൽ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്താവും? അത് ലോ വാല്യൂ റെസിസ്റ്ററായിട്ടും ആഡ് ചെയ്യും. അതായത് കറണ്ട് കൂടുതലാവുമ്പോൾ ആ കൂടിയ കറണ്ടിനെ തടയാനായിട്ട് ഹൈ വാല്യൂ റെസിസ്റ്ററായിട്ടും, പിന്നെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ എന്താ ചെയ്യുക? വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ലോ വാല്യൂ റെസിസ്റ്ററായിട്ടുമാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പം ഡയാക്ക് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ കൂട്ടാനും കുറക്കാനും കൂട്ടിയിട്ടും കുറച്ചിട്ടും സർക്യൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജിനെ കടത്തിവിടുക എന്നുള്ളതാണ് ഡയാക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് FET പറഞ്ഞു, അതായത് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. FETനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് ടെർമിനൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് സോഴ്സ് ടെർമിനൽ.
ഇറ്റ് ഈസ് ദ ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് എൻ്റർ ദ ബാർ. അതായത് സോഴ്സ് ടെർമിനൽ എന്ന് പറയുന്നത് മെജോറിറ്റി കാരിയേഴ്സ് എൻ്റർ ചെയ്യുന്ന ടെർമിനലാണ് സോഴ്സ് ടെർമിനൽ. അത് മെജോറിറ്റി കാരിയേഴ്സ് ഒന്നുകിൽ NPN ആണെങ്കിൽ അത് ഏത് ചാനലാണോ ആ ചാനലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. FET NPN ചാനലാണെങ്കിൽ അത് എന്തായിരിക്കും, P ആയിരിക്കും, അതായത് ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. ഇനി അതല്ല PNP ആണെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. അപ്പം FET ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണോ ആ മെജോറിറ്റി കാരിയേഴ്സ് ബാറിലേക്ക് എൻ്റർ ചെയ്യുന്ന ടെർമിനലാണ് സോഴ്സ് ടെർമിനൽ. ഡ്രെയിൻ ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെർമിനൽ ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് കം ഔട്ട് ഓഫ് ദ ബാർ. അതായത് മെജോറിറ്റി എൻ്റർ ചെയ്ത മെജോറിറ്റി കാരിയേഴ്സ് പുറത്തേക്ക്, ബാറിൻ്റെ പുറത്തേക്ക് വരുന്ന വഴിയാണ് ഇത് ഡ്രെയിൻ ടെർമിനൽ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗേറ്റ് ടെർമിനലാണ്. ഗേറ്റ് ടെർമിനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ ടു ഇൻറ്റേർണലി കണക്റ്റഡ് ഹെവിലി ഡോപ്ഡ് റീജിയൻ വിച്ച് ഫ്രം 2 PN ജംഗ്ഷൻ. ഗേറ്റ് ടെർമിനൽ ആണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്, മെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം അത് ഈ ഗേറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ഹൈ ഡോപ്ഡ് ആയിട്ടുള്ള 2 PN ജംഗ്ഷനെ ഇൻറ്റേർണലി കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനലാണ് ഗേറ്റ് ടെർമിനൽ. അവിടെ 2 PN ജംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല അത് എന്തായിരിക്കും, ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് എന്ത് ഗേറ്റ് ടെർമിനലായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഗേറ്റ് ടെർമിനലിൻ്റെ പ്രത്യേകത. ഈ വരുന്നത് എന്താണ്, സോഴ്സാണ്. ചാനൽ എന്താണ് ചാനൽ നോക്കാം. FET ചാനൽ ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ 2 ഗേറ്റ്സ് ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് പാസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ വെൻ FET ഈസ് വർക്കിംഗ് ഓൺ. ഇത് 2 ഗേറ്റുകൾക്കിടയിലുള്ള എന്താണ് സ്പേസാണ്. ചാനൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സ്പേസ് ബിറ്റ്വീൻ 2 ഗേറ്റ് ത്രൂ വിച്ച് മെജോറിറ്റി കാരിയേഴ്സ് പാസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. മെജോറിറ്റി കാരിയേഴ്സ് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് ചാനൽ എന്ന് പറയുന്നത്. FET വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സോഴ്സിലൂടെയാണ് മെജോറിറ്റി കാരിയർ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ എന്താണ്, ഡ്രെയിനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് മെജോറിറ്റി കാരിയേഴ്സ് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള ഒരു വഴിയുണ്ട്, ആ വഴിനെയാണ് എന്ന് പറയുന്നത് ചാനൽ എന്ന് പറയുന്നത്. അത് FET വർക്കിംഗ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ചാനൽ അവിടെ ഉണ്ടാവുള്ളൂ. ദെൻ വർക്കിംഗ് ഓഫ് FET പ്രത്യേകമായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരു ബൈപോളർ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണോ അതേ സെയിം അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റെബിലൈസേഷനും എല്ലാം FETക്കും ആവശ്യം ഉണ്ട്. അടുത്തത് ബയാസിങ് JFET. എങ്ങനെയാണ് ഒരു ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ബയാസിങ് നടത്തുന്നത്. ഗേറ്റ്സ് ആർ ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. എപ്പോഴും ഗേറ്റ്സ് എന്തായിരിക്കും, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ഗേറ്റ് എപ്പോഴും റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. ദർഫോർ ദ ഗേറ്റ് കറണ്ട് IG ഈസ് പ്രാക്ടിക്കലി 0. അപ്പം ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും റിവേഴ്സ് ബയാസിങ്ങിലായതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാക്ടിക്കലി 0 ആയിരിക്കും. ദ സോഴ്സ് ടെർമിനൽ ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ദ എൻഡ് ഓഫ് ദ സപ്ലൈ വിച്ച് പ്രൊവൈഡ് ദ നെസസറി ചാർജ് കാരിയേഴ്സ്. സോഴ്സ് ടെർമിനൽ എപ്പോഴും സപ്ലൈ എൻഡിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് എപ്പോഴും എന്താണ് ചാർജ് കാരിയേഴ്സ് ആവശ്യമാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ആൻ N channel JFET source terminal is S connected to the negative of the DC supply. അപ്പം N channel JFET ആണെങ്കിൽ അതിൻ്റെ സോഴ്സ് ടെർമിനൽ എപ്പോഴും DC സപ്ലൈയുടെ നെഗറ്റീവുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ആൻഡ് ദ പോസിറ്റീവ് ഓഫ് ദ DC പവർ സപ്ലൈ ഇസ് കണക്ട് ടു ദ ഡ്രെയിൻ ഓഫ് ദ ടെർമിനൽ ഓഫ് ദ JFET. അത് എന്നാൽ ഡ്രെയിന് കണക്ട് ചെയ്യുന്നത് DC സപ്ലൈൻ്റെ പോസിറ്റീവുമായിട്ടാണ്. അപ്പം JFET ബയാസിങ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ബയാസിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഗേറ്റ് എന്തായിരിക്കും, റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഗേറ്റ് കറണ്ട് 0 ആയിരിക്കും. സോഴ്സ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് DC സപ്ലൈന് നെഗറ്റീവിലേക്കാണ്. ഡ്രെയിൻ ടെർമിനൽ കണക്ട് ചെയ്യുന്നത് DC സപ്ലൈയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ഈ രീതിയിലാണ് JFET കണക്ട് ചെയ്യുന്നത്. whereas in a P channel JFET source is connected to the positive and power supply and drain is connected to the negative of the supply. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് N channel ആയിരുന്നു. അപ്പോൾ P channel ആണെങ്കിൽ എന്താണ്, സോഴ്സ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ്, N ചാനലിൽ സോഴ്സ് നെഗറ്റീവ്. ഫിഗർ 4A കാണുന്നത് N ചാനൽ JFETൻ്റെ പിക്ചറാണ്. അതിൽ ഡ്രെയിന് സപ്ലൈൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ തന്നെ സോഴ്സ് നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം നോക്കുക. അപ്പം ഇതിൽ ഇപ്പം എന്താണ്, വോൾട്ടേജ് 0 ആണ്. 0 ആകുമ്പം എന്ത് ചെയ്യുന്നില്ല, ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്തിട്ടില്ല. ഇനി നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഡിപ്ലീഷൻ ലെയറിന് വരുന്ന മാറ്റം നോക്കാം.
ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യാണ് കൂടി അതായത് അതിൻ്റെ സ്പേസ് എന്ത് ചെയ്യുന്നു കൂടി വരുന്നു. പിന്നെ മൂന്നാമത്തെ പിക്ചറിൽ വീണ്ടും എന്ത് ചെയ്തു അത് കൂട്ടിമുട്ടി, 2 ലെയറും കൂടെ കൂട്ടി മുട്ടി. അപ്പം എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ കറസ്പോണ്ട് ടു VDS, അതായത് VDSനനുസരിച്ചിട്ട് ഗേറ്റും ചാനൽ, അതായത് ചാനൽ എന്തായി, നമ്മൾ പറഞ്ഞു ഗേറ്റിൽ നിന്നും ഡ്രെയിനിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിലുള്ള ചാനൽ, അതായത് ആ വോൾട്ടേജ് മെജോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ ഫോം ചെയ്യുന്ന ഒരു വഴിയെയാണ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ എന്തായി അവിടെ ക്ലോസ് ആയി ഇവിടെ. അപ്പം അത് നമ്മൾ കൊടുക്കുന്ന VDSനനുസരിച്ചിട്ട് വോൾട്ടേജ് ഗേറ്റിൻ്റെയും ചാനലിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. Let us now consider an N-channel JFET. The drain is made positive with respect to source by voltage VDS. അപ്പം VDS വോൾട്ടേജ് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അതായത് JFETയിൽ ഡ്രെയിന് പോസിറ്റീവായിട്ടും സോഴ്സ് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. വെൻ ദ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS ഈസ് 0, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VGS 0 ആണെങ്കിൽ ദർ ഇസ് നോ കൺട്രോൾ വോൾട്ടേജ് ആൻഡ് മാക്സിമം ഇലക്ട്രോൺ കറണ്ട് ഫ്ലോ ഫ്രം സോഴ്സ് ടു ചാനൽ ത്രൂ ദ ചാനൽ ടു ദ ഡ്രെയിൻ. അപ്പോൾ VGS 0 ആണെങ്കിൽ കൺട്രോൾ വോൾട്ടേജ് ഉണ്ടായിരിക്കില്ല, മാക്സിമം ഇലക്ട്രോൺ കറണ്ട് എവിടെ നിന്നും സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് ഫ്ലോ ചെയ്യും, ചാനൽ വഴി ഫ്ലോ ചെയ്യും. ദിസ് ഇലക്ട്രോൺ കറണ്ട് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ഈസ് റെഫർഡ് ടു ആസ് ഡ്രെയിൻ കറണ്ട് ID. ഈ ഒരു ഇലക്ട്രോൺ കറണ്ടിനെ ആണ് ഡ്രെയിൻ കറണ്ട് ID ആയിട്ട് എടുക്കുന്നത്. വെൻ ഗേറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്, ഇനി ഗേറ്റ് റിവേഴ്സ് ബയാസിലാണെങ്കിൽ, അതായത് ബയാസിങ് നടത്തി കഴിയുമ്പം JFETൻ്റെ ഗേറ്റ് റിവേഴ്സ് ബയാസിങ്ങിലാണ് നമ്മൾ പറഞ്ഞു, വിത്ത് നെഗറ്റീവ് വോൾട്ടേജ് the static field established at the gate causes depletion region to occur in the channel. അപ്പം ഗേറ്റിന് റിവേഴ്സ് ബയാസിങ്ങിലായി കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഫീൽഡ് അവിടെ ഗേറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതുപോലെ തന്നെ ഡിപ്ലീഷൻ ലെയർ അവിടെ സംഭവിക്കും. The depletion region decreases the width of the channel causing the drain current decrease. ഡ്രെയിൻ കറണ്ട് കുറയുന്നതിനനുസരിച്ച് ഡിപ്ലീഷൻ്റെ റീജിയൻ എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. If VGS is made more and more negative, the channel width decreases further, resulting the further decrease in drain current. അപ്പം VGS വോൾട്ടേജ്, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കൂടുതൽ നെഗറ്റീവ് ആണെങ്കിൽ, അതായത് എത്രത്തോളം നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിലാക്കുന്നു അപ്പോൾ അത്രത്തോളം ചാനലിൻ്റെ വിടുത്തും അതുപോലെ തന്നെ ഡിപ്ലീഷൻ ലെയർ കറൻറ്റും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. വെൻ ദ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് സഫീഷ്യൻ്റ്ലി ഹൈ, ഇനി നെഗറ്റീവ് വോൾട്ടേജ് ഏറ്റവും കൂടുതൽ ഹൈ ആണെങ്കിൽ ദ ടു ഡിപ്ലീഷൻ ലെയർ മീറ്റ് ആൻഡ് ബ്ലോക്ക് ദ ചാനൽ കട്ടിങ് ഓഫ് ദ ഫ്ലോ ഓഫ് ദ ഡ്രെയിൻ കറണ്ട്. അപ്പോൾ നെഗറ്റീവ് കറണ്ട് ഒരു മാക്സിമം സഫീഷ്യൻ്റ്ലി ഹൈ ആവുമ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പോൾ ചാനൽ അവിടെ ഫോം ചെയ്യില്ല, ചാനൽ എന്താ അവിടെ കട്ട് ഓഫ് ആവും. This voltage at which this effect is occur is referred to as the pinch off voltage VP. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് വോൾട്ടേജ് സഫീഷ്യൻ്റ്ലി ഹൈ ആവുമ്പോൾ ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടി അവിടെ ചാനൽ എന്ത് ചെയ്യും, കട്ട് ഓഫ് ആകുന്ന ആ ഒരു വോൾട്ടേജിനെയാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ VP എന്ന് പറയുന്നത്. Thus by varying the reverse bias voltage between gate and source minus VGS, അതായത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, അതായത് നെഗറ്റീവ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, അതായത് റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ദ ഡ്രെയിൻ കറണ്ട് ക്യാൻ ബി വേരിഡ് ബിറ്റ്വീൻ മാക്സിമം കറണ്ട്. ഡ്രെയിൻ കറണ്ട് എന്താ ചെയ്യുന്നത്, മാക്സിമം വേരി ചെയ്യുന്നു, അതായത് മൈനസ് VGS 0 ആൻഡ് 0 കറണ്ട് VGS പിഞ്ച് ഓഫ് വോൾട്ടേജ്. സോ JFET ക്യാൻ ബി റെഫർഡ് ആസ് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. അതുകൊണ്ട് തന്നെയാണ് JFET വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് VGS നമ്മൾ നെഗറ്റീവിൽ ആണ് ചേഞ്ച് ചെയ്യുന്നത്, നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ആ ചേഞ്ചിങ്ങിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാക്സിമം കറണ്ട് എന്ത് ചെയ്യും, ചേഞ്ച് സംഭവിക്കും. ഡ്രെയിൻ കറണ്ട് കറണ്ട് ചേഞ്ചിങ് സംഭവിക്കും. അതായത് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് VGSന് സാധിക്കും. P channel JFET operate in the same way as explained above, except the bias voltage are reverse and the majority carriers of channel are holes. ഇനി P channel ഇപ്പോൾ നമ്മൾ പറഞ്ഞത് N channel JFETൻ്റെ കാര്യമാണ്. ഇനി ഇതേ സംഭവം തന്നെ P channel ഓപ്പറേഷൻ വരുമ്പോൾ എങ്ങനെ സെയിം പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് എന്ത് ചെയ്യും, റിവേഴ്സ് ബയാസിങ്ങിനായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മൾ N ചാനലിൽ
ഡ്രെയിന് പോസിറ്റീവിലേക്കും ഡ്രെയിന് വി ഡി സിയുടെ പോസിറ്റീവിലേക്കും സോഴ്സ് നെഗറ്റീവിലേക്കുമാണ് കൊടുത്തതെങ്കിൽ പി ചാനലിൽ അത് വരുമ്പോൾ ഡ്രെയിൻ നെഗറ്റീവിലേക്കും സോഴ്സ് പോസിറ്റീവിലേക്കും ആയിരിക്കും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ സെയിം പ്രോസസ്സിൽ നമുക്ക് അവിടെയും എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ മെജോറിറ്റി കാരിയേഴ്സ്, പി ചാനലിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ടിപ്പിക്കൽ JFET. ഒരു ടിപ്പിക്കൽ JFETയിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. പൊളാരിറ്റി ഓഫ് ദ ഡിവൈസ്, N ടൈപ്പിലും P ടൈപ്പിലാണെങ്കിൽ പൊളാരിറ്റി BF245B എന്ന് പറയുന്ന JFET ആണെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി NJ ആണ്. BFW10 ആണെങ്കിൽ പൊളാരിറ്റി എന്തായിരിക്കും, NJ ആയിരിക്കും. ദെൻ മാക്സിമം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS രണ്ടിലും എന്താണ് 30 വോൾട്ടാണ്. മാക്സിമം ഗേറ്റ് സോഴ്സ് അത് രണ്ടിലും 30 വോൾട്ടാണ്. മാക്സിമം ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് BF245B 25 മില്ലി ആംപിയറും BFW10ൽ 20 മില്ലി ആംപിയറും ആയിരിക്കും. മാക്സിമം ഫോർവേഡ് ഗേറ്റ് കറണ്ട് അതായത് IG എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് JFETയിലും 300 പിഞ്ച് ഓഫ് വോൾട്ടേജ് ID 0. അപ്പം VP എന്ന് പറയുന്നത് പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് BFW10 JFETയിൽ 8 വോൾട്ടാണ്. മാക്സിമം ഫോർവേഡ് ഗേറ്റ് കറണ്ട് രണ്ടിലും 10 മില്ലി ആംപിയർ ആയിരിക്കും. മാക്സിമം പവർ ഡെസിപ്പേഷൻ രണ്ടിലും 300 മില്ലി വാട്ടാണ്. പാക്കേജ് ടൈപ്പ് വരുന്നത് TO92 ആണ്, മറ്റേത് TO72 ആണ്. പിൻ ഡയഗ്രാം ഇതിൻ്റെ ഡാറ്റ മാനുവൽ റെഫർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഫിഗർ W141E, മറ്റേത് ഫിഗർ W158B എന്നീ രണ്ട് പേരിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നോട്ട് ഡയഗ്രാം കിട്ടും. അപ്പം ഇതാണ് ഒരു ടിപ്പിക്കൽ JFETൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള JFETയുടെ സ്പെസിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് JFETൻ്റെ ടിപ്പിക്കൽ ആപ്ലിക്കേഷനാണ്. വൺ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET ഈസ് വെരി ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി ഓർഡർ ഓഫ് 10⁹ ഓം. അപ്പം ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 10⁹ ഓം വരെ ഒരു വെരി ഹൈ ഇമ്പിഡൻസ് ആണ് JFETക്ക് ഉള്ളത്. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് FET ഹാസ് മെയ്ഡ് ഇസ് വെരി പോപ്പുലർ അറ്റ് ദി ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ദി മെജോറിറ്റി ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പം മിക്ക ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലും വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് FET. അതായത് അതിൻ്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കൊണ്ട് തന്നെയാണ് മിക്ക ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെയും ഇൻപുട്ട് സ്റ്റേജിൽ FET ഉപയോഗിക്കുന്നത്. ആസ് ഡിസ്ക്രീറ്റ് കമ്പോണൻറ്റ്സ് FET ആർ ചീഫ്ലി യൂസ്ഡ് ഇൻ. എന്നാൽ ചില ഡിസ്ക്രീറ്റ് കമ്പോണൻറ്റുകളിൽ FET DC വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടും AC വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടും കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ടും ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഓഫ് ബോത്ത് അനലോഗ് ആൻഡ് എസ്പെഷ്യലി ഡിജിറ്റൽ ടെക്നോളജിയിലെല്ലാം എന്ത് ഉപയോഗിക്കുന്നുണ്ട്, FET ഉപയോഗിക്കുന്നുണ്ട്. അതായത് DC വോൾട്ടേജ് ആംപ്ലിഫയറിൽ, AC വോൾട്ടേജ് ആംപ്ലിഫയറിൽ. AC വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസിൻ്റെയും ലോ ഫ്രീക്വൻസി റേഞ്ചിൻ്റെയും ഇടയിൽ വരുന്ന ഇൻപുട്ട് സ്റ്റേജ് ആംപ്ലിഫയറിലാണ്, AC വോൾട്ടേജ് ആംപ്ലിഫയറിലാണ്. AC വോൾട്ടേജ് ആംപ്ലിഫയറിൽ FET ഉപയോഗിക്കുന്നത്. പിന്നെ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഡിജിറ്റലിൻ്റെ ഇനി പറയാൻ പോകുന്നത് JFETയും അതുപോലെ തന്നെ BJTയും തമ്മിലുള്ള ഡിഫറൻസുകൾ. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പം JFET എന്ന് പറയുന്നത് ഫെമിലിയറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ JFETനെ കമ്പയർ ചെയ്യുന്നത്. In JFET there is only one type of carrier, that is holes in type channel, electrons in N type channel. For the reason is called unipolar. അപ്പോൾ നമ്മൾ പറഞ്ഞ FET ഒരു യൂണിപോളാർ ട്രാൻസിസ്റ്റർ ആണ്. കാരണം അതിൽ ഒരു ടൈമിൽ ഒരു കാരിയർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, മെജോറിറ്റി കാരിയർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നുകിൽ ഹോൾസ് വഴി മാത്രം അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വഴി മാത്രമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് യൂണിപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു. എന്നാൽ BJT ആണെങ്കിൽ ഇലക്ട്രോൺസ് വഴിയും ഹോൾസ് വഴിയും കണ്ടക്ഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നു. ആസ് ദ ഇൻപുട്ട് സർക്യൂട്ട് ഓഫ് JFET റിവേഴ്സ് ബയാസ് ആൻഡ് ദർ ഇസ് ഇറ്റ് ഈസ് ഇൻപുട്ട് ആസ് ആൻ ഇൻപുട്ട് ഇൻഡിപെൻഡൻസ്. ഒരു JFETൻ്റെ ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് ബയാസിങ് ആണ്. അതുകൊണ്ട് തന്നെ
അത് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ BJTയുടെ ഇൻപുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ലോ ഇൻപുട്ട് ഹെൻസ് ഹാസ് ലോ ഇൻപുട്ട് ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് എന്താണ്, ലോ ഇൻഡിപെൻഡൻസ് ആണ്. നോ കറണ്ട് എൻറ്റേഴ്സ് ദ ഗേറ്റ് ആൻഡ് JFET. JFETൻ്റെ ഗേറ്റിൽ എന്തില്ല, കറണ്ട് എൻ്റർ ചെയ്യില്ല. ടിപ്പിക്കൽ BJT ബേസ് കറണ്ട് മൈറ്റ് ബി എ ഫ്യൂ ആംപിയർ. അതായത് കറണ്ട് JFETൻ്റെ ഗേറ്റിൽ വോൾട്ടേജ് ഉണ്ടായിരിക്കുക, കറണ്ട് ഉണ്ടായിരിക്കില്ല. എന്നാൽ BJTയുടെ ബേസ് കറണ്ട് എന്താണ്, ഫ്യൂ ആംപിയർ ആയിരിക്കും. ആംപിയർ ആണ് BJTൻ്റെ ഗേറ്റിൽ അല്ലെങ്കിൽ ബേസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് BJT, നമ്മൾ FETൻ്റെ കേസിൽ ഗേറ്റ് എന്ന് പറയുന്നത് BJTൻ്റെ കേസിൽ വരുമ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ബേസാണ്. ഇനി നാലാമത്തത്, JFET യൂസ് വോൾട്ടേജ് ഓൺ ദ ഗേറ്റ് ടെർമിനൽ ടു ദ കൺട്രോൾ കറണ്ട് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. നോ ജംഗ്ഷൻ ഇൻ JFET സോ നോയ്സ് ലെവൽ ഈസ് വെരി സ്മോൾ. നമ്മുടെ JFETയിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്, ഗേറ്റ് ടെർമിനലാണ്. ഡ്രെയിനിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിലുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന ടെർമിനലാണ് ഗേറ്റ് ടെർമിനൽ. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ നോയ്സ് ലെവൽ വളരെ കുറവായിരിക്കും. ഇനി BJTൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ BJT യൂസസ് ദ കറണ്ട് ഇൻ ടു ഇറ്റ്സ് ബേസ് ടു കൺട്രോൾ എ ലാർജ് കറണ്ട് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. BJT കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിലുള്ള ലാർജ് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന ടെർമിനലാണ് ബേസ് ടെർമിനലാണ് BJTയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് BJTയും JFETയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി FET ആംപ്ലിഫയേഴ്സ് ഇൻ മെഷറിംഗ് ഡിവൈസ് ആപ്ലിക്കേഷൻ. അതായത് മെഷറിംഗ് ഡിവൈസ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന FET ആംപ്ലിഫയേഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അതായത് FET ആംപ്ലിഫയർ മെഷറിംഗ് ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എവിടെയൊക്കെയാണ്? ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആർ യൂസ്ഡ് ഇൻ മിക്സർ സർക്യൂട്ട് ടു കൺട്രോൾ ലോ ഇൻ്റർ മോഡുലേഷൻ ഡിസ്റ്റോർഷൻ. ഇൻ്റർ മോഡുലേഷൻ ഡിസ്റ്റോർഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് മിക്സർ സർക്യൂട്ടിൽ FET ഉപയോഗിക്കുന്നുണ്ട്. FET ആർ യൂസ്ഡ് ഇൻ ലോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഡ്യൂ ടു ഇറ്റ്സ് സ്മോൾ കപ്ലിംഗ് കപ്പാസിറ്റർ. ഇതിൽ ചെറിയ കപ്ലിംഗ് കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഫ്രീക്വൻസി ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ഡ്യൂ ടു ദിസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആസ് വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ. ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ വോൾട്ടേജ് വേരിയബിൾ റെസിസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് ഇൻപുട്ട് amplifying device, that is voltmeter, oscilloscope and other measuring devices due to their high input impedance. FETക്ക് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വോൾട്ട്മീറ്റർ, ഓസിലോസ്കോപ്പ് അതുപോലെ തന്നെയുള്ള മറ്റ് മെഷറിംഗ് ഡിവൈസസിൽ ഇൻപുട്ട് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്.